ഒരുപോലെ മലയാളികൾ സ്വന്തം അഹങ്കാരം എന്ന് പറയാം. ഗൗരി പ്ലീസ് നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. മൂഡിനെ ആകെ മാറ്റിമറിച്ച ഓണം മൂടുന്ന ഒറ്റ സോങ് ഇന്നും കേരളക്കരയിലെ ആ ട്രെൻഡ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. 2 സ്റ്റെപ്പ് ഗൗരി 2 സ്റ്റെപ്പ് ഓണം മൂടിന്റെ 2 സ്റ്റെപ്പ് ഇവിടെ പെർഫോം ചെയ്തിരിക്കുന്നു. എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട്, എല്ലാവരും 2 സ്റ്റെപ്പ് അവിടെ മ്യൂസിക് പ്ലേ ചെയ്യും. ഏത് മൂഡ് എന്നുള്ളൊരു സോങ് 2 സ്റ്റെപ്പ്. അല്ല, ആദ്യം ഒന്ന് ഫോട്ടോ എടുക്കണം. എങ്ങനെ ആദ്യം ഫോട്ടോ എടുക്കണം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമാണ് ഇന്ന് ഐസൽക്കാരുടെ ഇന്നത്തെ ഒരു എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ് മലബാർ ഗോൾഡ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുമല്ലോ ഒരാളെ കാണുമ്പോഴും. ഫൈസലിനെ പറ്റി പലവരും സംസാരിക്കുന്നതും ഞാൻ പേഴ്സണലി ഇതിനൊക്കെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന മുമ്പ് തന്നെ എൻ്റെ ഫാമിലി എല്ലാവരും ഇതിൻ്റെ ഒരു കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആളെ കാണാൻ പറ്റുന്നു, ഇത്ര ഒരു ബിഗ് ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെയാണ് എൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നത്, പക്ഷെ എനിക്കൊരു ചെറിയ ഷൂട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്നാണ് വരാൻ പറ്റിയത്. എന്തായാലും വെരി ഹാപ്പി ടു ബി ഹിയർ. എന്തായാലും എല്ലാവരും ഹാപ്പി അല്ലേ? നല്ല ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിരിക്കുക. താങ്ക് യു സോ മച്ച്. ഇപ്പം സിനിമ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, ആ സിനിമയെ കുറിച്ച് പറയാൻ പറ്റില്ല, എനിക്ക് കാണാറുണ്ടല്ലോ. അതെ, എൻ്റെ തമിഴ് സിനിമ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരുന്നു. ഒരു മെഡിക്കൽ ത്രില്ലറായിരുന്നു അതേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു ചെറിയൊരു പ്രശ്നം നടന്നിരുന്നു. പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ എന്താ പറയുക, പ്രതികരിക്കുന്ന ഒരു സമയത്ത് പ്രതികരിച്ചു. നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് വന്നപ്പോൾ അതിലൊരു ഡോക്ടറായിട്ടാണ് ചെയ്തത്. അതേഴ്സ് എന്നാണ് സിനിമയുടെ പേര്. ഇനി ഞങ്ങളൊരു മലയാളം സിനിമയുടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ഓക്കെ, താങ്ക് യു. നമുക്ക് വീഡിയോ കാണാം. അപ്പം നമ്മൾ ടി.വി. ടോം ഫാമിലി വന്നിട്ടുണ്ട്. ഒരു കുറേ 10-20 വർഷം മുമ്പ്, 20-25 വർഷം 20 വർഷം അപ്പോൾ ഇന്ത്യൻ റുപ്പീസൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ്. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഭയങ്കര സ്വീകരണം വന്നു. അന്ന് ഈ മോന് വളരെ ചെറുതാണ്. അങ്ങനെയുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ ക്ഷണം സ്വീകരിച്ച് വരുന്നതിൽ വളരെ സന്തോഷം. വയസ്സിലേക്ക് ഈ പരിപാടികൾ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ മാത്രം വിളിച്ചത്. പിന്നീട് അറിഞ്ഞത് KSRTC-യിൽ 2 ബസ്സാണ് എനിക്ക് കണ്ടത്. കാരണം ഞാൻ മൊബൈലിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്ര എന്നുള്ളത് എൻ്റെ വളരെ നിശ്ചയദാർഢ്യമായിരുന്നു, ദൈവ നിയോഗമാണ്. കാരണം മറ്റുള്ളവർക്കും പോലും ഒരു ബന്ധമല്ല ഇത് എനിക്ക്. കാരണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്കും ഇദ്ദേഹത്തിന് പഠിച്ചവരും മാത്രം അറിയാൻ പാടുള്ളൂ. എൻ്റെ കുടുംബത്തിന് ഒരു വലിയ അപകടത്തിൽ നിന്ന് വലിയൊരു ആക്സിഡന്റ് രക്ഷപ്പെടുത്തിയ ഒരാളാണ്. അത് നിങ്ങൾ ആരും അറിയണ്ട. നിങ്ങൾ ഇനി അടുത്ത ഇന്റർവ്യൂവിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് കണ്ടിട്ട് എന്താണെന്ന് എനിക്ക് പറയില്ല. അതറിയാവുന്ന വളരെ 2-3 പേരിൽ ഒരാളാണ് അദ്ദേഹം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എൻ്റെ ഫാമിലിയായിട്ട് തന്നെ വരണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കണമെന്ന് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ഇവിടെ ഹൈദരാലി ഉണ്ടെന്നുള്ളത് മറ്റൊരു സന്തോഷമുണ്ട്. കാരണം വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന് എല്ലാ നന്മകളും വരട്ടെ. ഞാൻ പറഞ്ഞില്ല, മറ്റുള്ളവർക്ക് സഹായങ്ങളായിരിക്കും ചെയ്തിരിക്കുന്നത് ഒരുപാട്. പക്ഷെ എൻ്റെ കുടുംബത്തിന് ഒരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത്. നോട്ട് ചെയ്ത് വെച്ചോ. എൻ്റെ വൈഫ് ഇന്നലെ വീഡിയോസ് കണ്ടപ്പോൾ പറഞ്ഞു അർജുൻ കപൂർ വന്നേക്കണം. അപ്പം
അർജുൻ കപൂറിന് ഇവിടെ വരാൻ സാധ്യതയില്ല, അത് കൈലാഷായിരിക്കും എന്ന് പറഞ്ഞു. സാധില്ലേ? അപ്പൊ കേരളത്തിൽ അർജുൻ കപൂറായിട്ട് പ്രഖ്യാപിച്ചിരിക്കും. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈ ജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈ ജി ആണ് ഫ്യൂച്ചർ.